ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ബാബേലിൻ്റെ പാപത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബേലിൻ്റെ പാപം എന്തായിരുന്നു? നമുക്കറിയാം, ഈ നമ്മൾ ചിന്തിച്ചത് നോഹയുടെ 4ാമത്തെ തലമുറ അവരെ നിമ്രോദിൻ്റെ നേതൃത്വത്തിൽ ഷിനാർ ദേശത്ത് വന്ന് പാർക്കുക മാത്രമല്ല, അവർ ഒരു പട്ടണം പണിയുന്നു. അതിനോടൊപ്പം തന്നെ ആകാശത്തോളം ഉയരമുള്ളതായ വലിയൊരു ഗോപുരം പണിയുകയാണ്. എന്നാൽ ഈ പാർത്ത ജനം തങ്ങളുടെ നാമം ഉയരുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. അവരെ ദൈവത്തെ കൂടാറുള്ള ജീവിതമാണ് അവിടെ നയിക്കുന്നത്. ഇതുവരെ തങ്ങളെ നടത്തിയതായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. They forgot the true God. They forgot the living God. രണ്ടാമത്തെ പാപം എന്ന് പറയുന്നത് they broke God's covenant. ദൈവത്തിൻ്റെ ഉടമ്പടിയെ അവർ ബ്രേക്ക് ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ അവർ ലംഘിക്കുന്നു. മാത്രമല്ല, they did not give much importance to worship the Lord. ദൈവത്തെ ആരാധിക്കുവാൻ ആരാധന അലസമാക്കുന്ന അനുഭവങ്ങൾ. മാത്രമല്ല, അവർ സ്വയ കേന്ദ്രീകൃത ജീവിതമാണ് അവർ നയിച്ചത്, ദൈവത്തെ കൂടാതുള്ളതായ ജീവിതം. അങ്ങനെ അവർ പാപത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുകയാണ്. അത് മാത്രമല്ല, അവർ പിന്നെ നാം കാണുന്നത്, അവിടെ വായിക്കുന്നുണ്ട്, നമുക്ക് ഒരു പേരുണ്ടാക്കുക എന്നവർ പറയുന്നു. We may make a name for ourselves. They want to make a name for themselves. എന്ന് വെച്ചാൽ അവരുടെ നാമം ഉയരുവാനായിട്ടുള്ള ശ്രമമാണ്. അവരുടെ നാമം, അതായത് ലോകത്തെല്ലായിടത്തും തങ്ങളുടെ നാമം ഉയരണം, തങ്ങളുടെ നാമം മഹത്വപ്പെടണം. അതാണ് അവരുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് അവർ പട്ടണം പണിയുന്നതും ഈ വലിയ ഗോപുരമൊക്കെ പണിയുന്നതൊക്കെ അതിനുവേണ്ടിയാണ്. സ്വന്തം നാമം ഉയരണം. പ്രിയമുള്ളവരെ, ഇവിടെ വന്ന് താമസിച്ച ജനമെന്ന് പറയുന്നത് അപരിഷ്കൃതമായ ജനമോ അല്ലെങ്കിൽ ഗുഹാവാസികളൊന്നും അല്ല. പരിഷ്കൃത രാജ്യത്തിലുള്ളവർ എങ്ങനെയാണോ അങ്ങനെയുള്ള ജനമാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. അവര് വീട് പണിയുന്നത് വെറും മണ്ണുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും അല്ല. അവര് അവിടെ വായിക്കുന്നു അതിൻ്റെ 3ാമത്തെ വാക്യത്തിൽ, നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായി ഉപയോഗിച്ചു. എന്ന് വെച്ചാൽ പരിഷ്കൃത രാജ്യത്ത് എങ്ങനെയാണ് ഒരു വീട് പണിയുന്നത് അല്ലെങ്കിൽ കെട്ടിടം പണിയുന്നത്, അതുപോലെയാണ് അവർ ഇവിടെയും പണിയാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ പരിഷ്കൃത രാജ്യത്തിലുള്ള ജനങ്ങളെ പോലെ തന്നെയാണ് അവരിവിടെ താമസിക്കുന്നത്. പരിഷ്കാരികളാണ്. അവരെ സാമ്പത്തികമായൊക്കെ വലിയ ഉന്നമനത്തിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ദൈവമില്ലാതെ തന്നെ ജീവിക്കുവാനായിട്ട് അവർക്ക് സാധിക്കും. അതാണ് അവരുടെ അഹങ്കാരം. തങ്ങളുടെ നാമം ഉയരണം. അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ കായീൻ്റെ ജീവിതം പഠിക്കുമ്പോൾ, കായീൻ തൻ്റെ സഹോദരൻ ഹാബേലിനെ കൊന്നു. അത് ദൈവം അറിഞ്ഞെന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിൽ നിന്ന് അവർ ഒളിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് ഒളിക്കാൻ സാധിക്കത്തില്ല. എങ്കിൽ പോലും അവൻ നോദ് ദേശത്ത് വന്ന് പാർക്കുന്നു. അവിടെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. അവർക്കൊരു കുഞ്ഞുണ്ടാവുന്നു. ഹാനോക്കെന്ന് പേരെടുക്കുന്നു. അവിടെയും തീരുന്നില്ല. ഈ കൈൻ എന്താ ചെയ്യുന്നത്? ഒരു പട്ടണം പണിത് അവൻ്റെ മകൻ്റെ പേര്, ഈ ഹാനോക്കിൻ്റെ പേര് ആ പട്ടണത്തിന് നൽകുക. എന്തിനു വേണ്ടിയാണ്? അവൻ്റെ നാമവും അവൻ്റെ സന്തതിയുടെ നാമവും നിലനിൽക്കുവാനായിട്ട്. ലോകത്തിലുള്ളവർക്ക് അറിയണം, തങ്ങളുടെ നാമം ഉയരുവാനായിട്ടുള്ള ശ്രമമാണ് അവിടെ കാണുന്നത്. എന്നാൽ അവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഈ കായീൻ പിന്നെ ഒരിക്കലും ദൈവത്തിലേക്ക് മടങ്ങി വരുന്നില്ല. ദൈവത്തിന് നാമം മഹത്വപ്പെടുവാൻ അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവൻ ശ്രമിക്കുന്നില്ല. തന്നിൽ കൂടെ ദൈവത്തിന് നാമം ഉയരുവാനായിട്ടല്ല അവൻ ശ്രമിച്ചത്, സ്വന്തം നാമം ഉയരുവാനായിട്ട് ശ്രമിക്കുക.
ഈ ബാബേലിൻ്റെ തുടർച്ചയാണ് ബാബിലോൺ. നമുക്കറിയാം ബാബിലോണിനെ സംബന്ധിച്ചോളം ഏറ്റവും ശക്തമായ ഒരു സാമ്രാജ്യമായിരുന്നു ബാബിലോൺ. അതോടൊപ്പം തന്നെ ബാബിലോണിൻ്റെ രാജാവായി നെബൂഖദ്നേസർ ഏറ്റവും ശക്തനായ രാജാവാണ്. എന്നാൽ ഈ സമയത്ത് അവിടെ നമ്മൾ കാണുന്നത് ഈ നെബൂഖദ്നേസർ രാജാവ് അഹങ്കരിക്കുകയാണ്. കാരണം തൻ്റെ രാജ്യത്തെ പോലെ അത്ര ശക്തമായ രാജ്യം വേറെയില്ല. തന്നെ ഇത്രത്തോളം ഉയർത്തിയതായ ദൈവത്തെ മഹത്വീകരിക്കുന്നതിന് പകരം തൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനാണ് അവൻ ശ്രമിച്ചത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: എന്നാൽ അവൻ്റെ ഹൃദയം ഗർവിച്ചു, അവൻ്റെ മനസ്സ് അഹങ്കാരത്താൽ കഠിനമായി പോയ ശേഷം അവൻ രാജസനയിൽ നിന്നും നീങ്ങിപ്പോയി. അവർ അവൻ്റെ മഹത്വം അവങ്കിൽ നിന്ന് എടുത്തു കളഞ്ഞു. They took away his glory from him. തൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് അവൻ ആഗ്രഹിച്ചു, അതിനുവേണ്ടി ശ്രമിച്ചു. പക്ഷേ തൻ്റെ മഹത്വം അവൽ നിന്ന് മാറ്റിക്കളയുകയാണ് ദൈവം. നോക്കുക, അത് മാത്രമല്ല, അതിനുശേഷം നാം കാണുന്നത് അവൻ വെറും മൃഗങ്ങളെപ്പോലായിത്തീരും. ഒരു മൃഗത്തെ പോലെ പുല്ലു തിന്നുകയും ഒരു മൃഗം എങ്ങനെയാണോ അതുപോലെ ജീവിക്കുന്ന അനുഭവം. പ്രിയമുള്ള, സ്വന്തം നാമം ഉയരുവാനായിട്ട് എന്തെല്ലാം നാം ശ്രമിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി അവിടെ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണുന്നത്. ഇന്ന് നാം കാണുന്നത് ഇന്ന് നാം കാണും മനുഷ്യരുടെ ഇടയിൽ തങ്ങളുടെ നാമം ഉയരുവാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. മറ്റുള്ളവരെ അടിച്ചിരുത്തി സ്വന്തമായിട്ട് ഉയരുവാനായിട്ട്, സ്വന്തം നാമം ഉയരുവാനായിട്ടുള്ള ശ്രമങ്ങൾ. വിശ്വാസ സമൂഹത്തിൽ പോലും, ക്രിസ്തീയ അല്ലെങ്കിൽ ദൈവദാസന്മാരുടെ ഇടയിൽ പോലും ഇതുപോലെ സ്വന്തം നാമം ഉയരുവാനായിട്ട് ആഗ്രഹിക്കുന്നതിനേക്ക് വലിയ വലിയ ക്രൂസൈഡുകൾ നടത്തുന്നു. അതുപോലെ രോഗസൗഖ്യങ്ങൾ നടത്തി തങ്ങളുടെ നാമം ഉയരുവാൻ ശ്രമിക്കുകയാണ്, തങ്ങളുടെ നാമം ഉയർത്തുവാൻ ശ്രമിക്കുക. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനല്ല, ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനല്ല, സ്വന്തം നാമം മഹത്വപ്പെടുവാൻ ശ്രമിക്കുന്നതായ അനേക കാര്യങ്ങൾ, അനേക വ്യക്തികളെ നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ സ്വന്തം നാമം ഉയരുവാൻ ശ്രമിച്ചാൽ, പ്രിയമുള്ള, ഞാൻ പറയട്ടെ, ദൈവത്തിന് നാമം മഹത്വപ്പെടുത്തുന്നതിന് പകരം, അല്ലെങ്കിൽ നമ്മൾ കൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മളിൽ കൂടെയാണ് ദൈവനാമം മഹത്വപ്പെടുത്തുവാനായിട്ടാണ് ദൈവം നമ്മെ ഈ ലോകത്താക്കിയിരിക്കുന്നത്. സ്വന്തം നാമം ഉയരുവാൻ നാം ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ നാമം മഹത്വപ്പെടുവാൻ അതിനുവേണ്ടി നാം ശ്രമിച്ചാൽ ദൈവത്തിന് ന്യായവിധി ഉണ്ടാകും എന്നൊരു യാതൊരു സംശയമില്ല. ഇവിടെ നാം അതാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ പാപത്തിൻ്റെ അനുഭവത്തിൽ ജീവിച്ച ഒരു ജനം, അതാണ് ബാബേലിൻ്റെ പാപം എന്ന് പറയുന്നത്. ബാബേലിൻ്റെ പാപം, അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവം അവരോട് ഇടപെടുകയാണ്. ഗോഡ് എൻകൗണ്ടർ വിത്ത് ദ വിക്കറ്റ് പീപ്പിൾ. ദൈവം അവരോട് ഇടപെടുന്നു. അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. എങ്ങനെ ഇടപെടുന്നത്? ഒന്നാമത് അവിടെ പറയുന്നു, ലോർഡ് കെയിം ഡൗൺ. ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പ്രകാരം, മനുഷ്യർ പണിത പട്ടണവും ഗോപുരം കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. ദൈവം ഇറങ്ങി വരേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ കാണാനായിട്ട്? കാരണം ദൈവത്തിന് എവിടെ ഇരുന്നാലും നമ്മൾ ചെയ്യുന്നതൊക്കെ ദൈവത്തിനറിയാം, ദൈവം കാണുന്നുണ്ട്. സങ്കീർത്തനക്കാരും പറയുന്നുണ്ട്, സങ്കീർത്തനം 139:2, Psalms 139:2, ഇവിടെ പറയുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. യു നോ വെൻ ഐ സിറ്റ് ആൻഡ് വെൻ ഐ റൈസ്. നാം ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു ഒക്കെ ദൈവം അറിയുന്നു. നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു അതൊക്കെ ദൈവം അറിയുന്നുണ്ട്. പക്ഷേ പിന്നെന്തിനാണ് ഇങ്ങോട്ട് ഇറങ്ങി? സോ വൈ ഡസ് ഗോഡ് കെയിം ഡൗൺ? എന്തിനാണ് ദൈവം ഇറങ്ങി വന്നത്? ദൈവം ഇറങ്ങി വന്നതിനെക്കുറിച്ച് വേദോസ്തത്തിൽ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അതൊക്കെ തൻ്റെ ജനത്തെ രക്ഷിക്കുവാനായിട്ടാണ് ഇറങ്ങി വന്നത്. നമുക്കറിയാം, ഇസ്രായേൽ ജനം മിസ്രൈമിലായിരുന്നപ്പോൾ, അടിമത്തത്തിലായിരുന്നപ്പോൾ അവർ ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ ദൈവം ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 3:8 പ്രകാരം കാണുന്നു, അവരെ മിസ്രൈമിൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും
ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അതുപോലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ദെബോരായും ബാരാക്കും കനാന്മേൽ ജയം നേടിയ ശേഷം അവർ പാടുന്ന ഒരു പാട്ടുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 5:13 കാണുന്നുണ്ട്, വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായി ഇറങ്ങി വന്നു. എന്തിനാ ഇറങ്ങി വന്നത്? തങ്ങളുടെ ജനത്തെ, തങ്ങളുടെ മക്കളെ, അല്ലെങ്കിൽ അവരെ പ്രതിസന്ധി മധ്യത്തിൽ അവരെ രക്ഷിക്കുവാനായിട്ടാണ് ഇറങ്ങി വന്നത്. എന്നാൽ ഇവിടെ എന്തിനാ ഇറങ്ങി വന്നത്? തങ്ങളുടെ ജനത്തെ ശിക്ഷിക്കുവാനായിട്ട് ഇറങ്ങി വന്ന ദൈവത്തെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം സംരക്ഷിക്കുന്ന ദൈവമാണ്, ദൈവം പരിപാലിക്കുന്ന ദൈവമാണ്, ദൈവം മനസ്സലിയുന്ന ദൈവമാണ്. പക്ഷേ ദൈവം ശിക്ഷിക്കുന്ന ദൈവം കൂടെയാണ്, ന്യായം വിധിക്കുന്ന ദൈവം കൂടെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവം അവൻ സംരക്ഷിക്കുന്ന ദൈവം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ കരുതുന്ന ദൈവമാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. നാം ദൈവത്തിന് സ്തോത്രം ചെയ്യും, ഹല്ലേലൂയ പറയും. എന്നാൽ ശിക്ഷിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞാലോ, ന്യായം വിധിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞാലോ, നമുക്ക് സംരക്ഷിക്കുന്ന ദൈവത്തെയാണ് താല്പര്യം. എന്നാൽ അവൻ ശിക്ഷിക്കുന്ന ദൈവമാണ്, അവൻ ന്യായം വിധിക്കുന്ന ദൈവമാണ്. എങ്ങനെയാ ദൈവം ശിക്ഷിക്കുന്നത്? ഗോഡ്സ് പണിഷ്മെന്റ്. അവിടെ വായിക്കുന്നു 7ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്നുണ്ട്. അവിടെ പറയുന്നു, വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവിടെ ഭാഷ കലക്കിക്കളയുക എന്ന് അരുളി ചെയ്തു. കൺഫ്യൂസ് ദർ ലാംഗ്വേജ്. അവിടെ ഭാഷ കലക്കിക്കളയുകയാണ്. നമുക്കറിയാം, ഇവരെ ഒരേ ജാതിക്കാരാണ്, മാത്രമല്ല ഒരേ ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത്. ഒരേ ഭാഷ സംസാരിക്കുന്നതുകൊണ്ട് എന്ത് സംഭവം? അവർക്കെല്ലാം പറയുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ മലയാളികളെല്ലാം അവർക്കറിയാം, മലയാളികൾക്ക് മലയാളം സംസാരിക്കുമ്പോൾ അറിയാം, അല്ലെങ്കിൽ ഹിന്ദിക്കാർക്ക് ഹിന്ദി സംസാരിക്കുമ്പോൾ അറിയാം. പരസ്പരം അവർ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ ഇവർ ഒരേ ഭാഷയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഭാഷ ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ ഭാഷയാണ് അവിടുത്തെ സംസ്കാരത്തെ കാണിക്കുന്നത്. ഭാഷ ഒരു ദേശത്തിൻ്റെ സംസ്കാരത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ കാണുന്നത് ദൈവം ഇറങ്ങി വന്ന് എന്ത് ചെയ്യുന്നു? ഭാഷ കലക്കുന്നു എന്ന് വെച്ചാൽ അവിടെ സംസ്കാരത്തെ തന്നെ കലക്കിക്കളയും. എന്താ അവിടെ സംസ്കാരം എന്ന് പറഞ്ഞത്? സെൽഫ് സെൻറ്റേർഡ് ലൈഫ് വിതൗട്ട് ഗോഡ്. വിതൗട്ട് ഗോഡ്, ദൈവത്തെ കൂടാതുള്ള ജീവിതമാണ് അവിടെ സംസ്കാരം എന്ന് പറയുന്നത്. സ്വയകേന്ദ്രീകൃത ജീവിതമാണ് അവിടെ സംസ്കാരം എന്ന് പറയുന്നത്. ആ സംസ്കാരത്തെയാണ് ദൈവം കലക്കിക്കളയുന്നത്. പ്രിയമുള്ളവരെ, ഇന്നും ഇതുപോലെ ദൈവം ഈ ഭാഷ കലക്കുന്ന പല സന്ദർഭങ്ങളുണ്ട് കേട്ടോ. ദൈവത്തെ കൂടാതെ നാം ജീവിച്ചാൽ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലൊക്കെ ഇതുപോലുള്ളതായ ഭാഷ കലക്കുന്ന അനുഭവം ഉണ്ടാകും. എന്താ ഭാഷ കലക്കുന്ന? ഒരാൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല, അതാണ്. ഇപ്പം മലയാളം പറയുന്ന ഒരു വ്യക്തിയെ ഇപ്പം ഹിന്ദി പറയുന്ന മറ്റൊരു വ്യക്തിക്ക്, ഹിന്ദി പറയുന്ന ഒരാൾ ഹിന്ദി സംസാരിക്കുന്ന വ്യക്തിക്ക് മലയാളം പറയുന്ന അറിയത്തില്ല. അതുപോലെ നേരെ തിരിച്ചാണ്. അല്ലെങ്കിൽ മറാഠി പറയുമ്പോൾ ഒരു മലയാളം സംസാരിക്കുന്ന വ്യക്തിക്ക് മറാഠി പറയുമ്പോൾ അറിയത്തില്ല. അപ്പം എന്ന് പറഞ്ഞതുപോലാണ് ഇന്ന് കുടുംബങ്ങളിൽ ഇതുപോലുള്ളതായ ഭാഷ കലക്കുന്ന അനുഭവമുണ്ട്. ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല, ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാകുന്നില്ല, അപ്പം പറയുന്നത് മക്കൾക്ക് മനസ്സിലാകുന്നില്ല, മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല. ഭാഷ കലങ്ങിയ അനുഭവം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ്, കുടുംബങ്ങളിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു, സമൂഹത്ത് അസ്വസ്ഥത വർദ്ധിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തെ കൂടാതുള്ള ജീവിതം എന്ന് വെച്ചാൽ, മാത്രമല്ല ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം നാം മറ്റു പലതിനും കൊടുക്കുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ശിക്ഷയുണ്ടാകും, യാതൊരു സംശയമില്ല. അത് മാത്രമല്ല, പിന്നെ നാം കാണുന്നത് പിന്നെന്താണ്? അവരെ തന്നെ ചിതറിച്ചു കളയുകയാണ്. അവിടെ പറയുന്നുണ്ട്, അങ്ങനെ 8ാമത്തെ വാക്കിൽ, അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിൽ എങ്ങും ചിഹ്നിച്ചു.
അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു, ചിഹ്നിച്ചു കളഞ്ഞു. അവരെന്തിനാ ഒന്നിച്ചത്? ഈ പട്ടണം പണിയത്, പട്ടണം വലിയ ഗോപുരമൊക്കെ പണിത് എന്തിനാണ്? അവർ പറയുന്നത് നമുക്ക് ഈ ചെതറിപ്പോകാതിരിക്കുവാൻ നമുക്ക് ഒരു പട്ടണം പണിയണം, ഗോപുരം പണിയണം. അവരുടെ ആഗ്രഹത്തെ തന്നെ ദൈവം ഇല്ലാതാക്കിയ, അവരെ ഈ ലോകത്തിൻ്റെ സകല സ്ഥലത്തിലേക്കും ദൈവം അവരെ ചിതറിച്ചു കളഞ്ഞു. ദൈവത്തിൻ്റെ ന്യായവിധി, ദൈവത്തിൻ്റെ ശിക്ഷ അവിടെ ഉണ്ടാകുകയാണ് പ്രിയമുള്ളവരെ. എത്ര ദയനീയമായ സംഭവമാണ്. ഭാഷ കലയ്ക്കുന്നു, അവരുടെ സംസ്കാരത്തെ ഇല്ലാതാക്കുന്നു, അവരെ തന്നെ ചിറിച്ചു കളയുക. പ്രിയമുള്ളവരെ, ദൈവത്തിന് ഹിതമില്ലാതെ നാം പ്രവർത്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പന നാം ലംഘിക്കുമ്പോൾ, ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം നാം മറ്റൊരു പലതിനും കൊടുക്കുമ്പോൾ, ആരാധനകളെ അലസമാക്കി കളയുമ്പോൾ ഈ ശിക്ഷാവിധി ചിലപ്പോൾ ദൈവം നമ്മളിലും ഉണ്ടാകും, നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകും, യാതൊരു സംശയമില്ല. എന്നാൽ ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന, വിശ്വസ്തമായ ജീവിതം നയിക്കുന്ന ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കും, യാതൊരു സംശയമില്ല. എന്നാൽ ഈ ദൈവം ശിക്ഷിക്കുമെങ്കിലും, ദൈവത്തിൻ്റെ ജനത്തെ ശിക്ഷിക്കുമെങ്കിലും പ്രതിക്രിയ ചെയ്ത് രക്ഷിക്കുന്ന ദൈവം കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ദൈവം ഈ ബാബേൽ അല്ലെങ്കിൽ ഷീനാറിൽ വന്ന് താമസിച്ചവർ അവരുടെ ഭാഷ കലക്കി അവരെ ലോകത്തിൻ്റെ പല ദേശത്തേക്കും ചെറിച്ചു കളഞ്ഞെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പല ഭാഷക്കാര്, പല ദേശക്കാര്, വംശങ്ങൾ അവർ ഒന്നിക്കുന്ന ഒരു അനുഭവമുണ്ട്. അതാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2:5 മുതൽ 11 വാക്യങ്ങളിൽ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അവർ ഈ ശിഷ്യന്മാർ ഒന്നിച്ചു കൂടിയപ്പോൾ പരിശുദ്ധാത്മാവ് അവരിലേക്ക് വരികയും അവർ അന്യഭാഷ സംസാരിക്കുന്നു. വിവിധ ഭാഷക്കാരുണ്ട്, വിവിധ ജാതികളുണ്ട്. പക്ഷേ അവരെല്ലാം അവരുടേതായ ഭാഷകളിലാണ് അവർ പറഞ്ഞെങ്കിലും അവർ വന്നവരെല്ലാവർക്കും മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന അനുഭവമാണ് നമ്മളവിടെ കാണുന്നത്. ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന അനുഭവം, ക്രിസ്തുവിൽ ഒന്നായി. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, അതാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതാണ് എല്ലാവരെയും ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുക. അതിനുവേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരിക്കുരിശിൽ യാഗമായി തീർന്നത്. അതിനുവേണ്ടിയാണ് തൻ്റെ രക്തം, വിശുദ്ധ രക്തം ഊറ്റിത്തന്നത്. കാരണം ഇതുപോലെ ചിന്നിച്ചിതറിയവർ, പാപത്തിന് അനുഭവത്തിൽ കഴിഞ്ഞവർ, അവരെ വീണ്ടെടുത്ത് ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുക എന്നുള്ളതായ വലിയ ദൗത്യമാണ് ക്രൂശിൽ നാം കാണും. ഹല്ലേലൂയ. ആ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും ഈ കർത്താവിൽ ഒന്നായി ചേരുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഭാഷയ്ക്ക്, അവിടെ വംശങ്ങൾ അല്ലെങ്കിൽ ജാതികൾക്ക് പല ജാതികളുണ്ടായിരിക്കാം, പല വംശങ്ങളുണ്ടായിരിക്കാം. എന്നാൽ ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓൾ പീപ്പിൾ ബിക്കം വൺ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നതായ അനുഭവം. അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 5:9 കാണുന്നു, പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്കു വാങ്ങി. നോക്കുക, അവിടെ ഭാഷകൾ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലുമുള്ളവർ, അവരെ വിലയ്ക്ക് വാങ്ങി. എങ്ങനെ? കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി. അവരെ ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്. ബാബേലിൽ നാം കാണുന്നത്, ശിനാൽ കാണുന്നവരെ ദൈവം അവരെ ഭാഷ കലക്കി അവരെ പല സ്ഥലത്തിലേക്ക് ചെറുതിച്ച് കളഞ്ഞെങ്കിൽ, ഇവിടെ നാം കാണുന്നത് ക്രിസ്തുവിൽ എല്ലാവരും ഒന്നായിത്തീരുന്ന അനുഭവം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ബാബേലിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്
ദൈവമില്ലാത്ത സംസ്കാരമാണ്. ബാബേലിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്ന അനുഭവമാണ്. ബ്രേക്ക് ഗോഡ് കവനന്റ്. സെൽഫ് ഗ്ലോറിഫിക്കേഷനാണ് അവിടെ. സ്വയ കേന്ദ്രീകൃത ജീവിതത്തിന് അനുഭവക്കാരാണ് അവർ. എന്നാൽ അവരെ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുക്കേണ്ടതിന് പകരം മറ്റു പലതിനും സ്ഥാനം നൽകുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ സംസ്കാരം, അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ളവരുടെ സംസ്കാരം ഇതാണ്: ലിവ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. യേശുവിനോട് കൂടെ ഉള്ളതായ ജീവിതം. അവരെ സമയത്തോളം അവർ നിത്യജീവൻ അനുഭവക്കാരാണ്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, അവർ ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കുന്നവരാണ്, സമർപ്പണമുള്ള താഴ്മയുള്ളവർ. അതുമാത്രമല്ല, അവരിൽ കൂടെ ദൈവത്തിന് നാമം ഉയരുവാനായിട്ട് സാധിക്കും. ഗോഡ്സ് നെയിം ഈസ് ഗ്ലോറിഫൈഡ് ത്രൂ ഹിസ് പീപ്പിൾ. ഈ ബാബേലിലെ സംസ്കാരത്തിലുള്ളവർ സ്വന്തം നാമം ഉയർത്തുവാൻ ശ്രമിക്കുമ്പോൾ, ക്രിസ്തുവിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവം ഈ ലോകത്ത് നമ്മെ ആക്കിയിരിക്കുന്നത് നമ്മുടെ നാമം ഉയരുവാനല്ല, നമ്മിൽ കൂടെ ക്രിസ്തുവിൻ്റെ നാമം ഉയരണം, ദൈവത്തിൻ്റെ നാമം ഉയരണം. അതാണ് ക്രിസ്തുവിലുള്ളവരുടെ സംസ്കാരം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ സംസ്കാരത്തിനുടമക്കാരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ആ ക്രിസ്തുവിൽ ഒന്നാകുന്ന അനുഭവം, അങ്ങനെ ഒന്നായിച്ചിരുന്നവർ, ആമേൻ, ഹല്ലേലൂയ, അവർ ക്രിസ്തുവിന് കൂടെ ജീവിക്കുന്ന അനുഭവമാണ്. അവർ പ്രത്യാശയുള്ള ജീവിതം നയിക്കുന്നവരാണ്. ക്രിസ്തുവിൻ്റെ ഹിതമനുസരിച്ച് ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന അനുഭവം. അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവർ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. അവരുടെ കുടുംബത്തിൽ ഈ ബാബേലിന്റെ സംസ്കാരത്തിലുള്ളവരുടെ കുടുംബം ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് അവരുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ ചിതറിക്കപ്പെടുന്ന അനുഭവമാണ്. കുടുംബത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. അപ്പൻ പറയുന്നത് മക്കൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഭാര്യ മനസ്സിലാക്കുന്നില്ല. നേരെ തിരിച്ചു. എന്നാൽ ക്രിസ്തുവിൻ്റെ സംസ്കാരത്തിലുള്ളവർ, അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ളവർ, ക്രിസ്തുവിൽ ഒന്നായി തീർന്നവർ, അവിടെ കുടുംബത്തിൽ ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാക്കാൻ സാധിക്കും, മാതാപിതാക്കൾ പറയുന്നത് മക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അവിടെ സന്തോഷത്തിന് അനുഭവമാണ്, സമാധാനത്തിന് അനുഭവമാണ്. അങ്ങനെയുള്ളവരോട് ജീവിക്കുന്ന ഇടങ്ങൾ, സമൂഹത്തിൽ ആ ഒരു അനുഭവം ഉണ്ടാകും. എത്ര അനുഗ്രഹമായ ജീവിതമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ സംസ്കാരത്തിൻ്റെ അനുഭവക്കാരായി തീരുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. ബാബേലിൻ്റെ സംസ്കാരമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നത്, നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്നത് ക്രിസ്തുവിലുള്ള സംസ്കാരം. ഹല്ലേലൂയ. അപ്രകാരമുള്ള ആ ക്രിസ്തു സംസ്കാരം ഉള്ളവരായി അനുഗ്രഹമായ ജീവിതം നയിക്കുവാൻ, പ്രത്യാശയുള്ള ജീവിതം നയിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.